ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പഴംകുറ്റി മലയിലാണുള്ളത്. ഇവിടെ ഉദയവും അസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. മനോഹരമായിട്ടുള്ള പ്ലേസാണ് വടകരയ്ക്കടുത്തുള്ള പഴംകുറ്റി മല. ഇപ്പോൾ ഇവിടെ നവീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് ഉഷാറായിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഫെസിലിറ്റീസ് കാര്യങ്ങൾ, കാർ പാർക്കിംഗ് സൗകര്യം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഒരുങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ നമുക്കൊരു മുത്തപ്പൻ ക്ഷേത്രം കൂടി കാണാൻ പറ്റും. ഈ മുത്തപ്പൻ ക്ഷേത്രം ഉള്ളത് കൊണ്ട് തന്നെ മുത്തപ്പൻ മല എന്നുള്ള പേരിൽ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വൈകിട്ട് സമയത്തുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഈ അസ്തമയം ഉദ്യോഗം കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു വടകരയ്ക്ക് അടുത്ത് നല്ലൊരു പ്രശസ്തമായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ പറ്റും. നല്ലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ്, അതുപോലെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു ചെറിയൊരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ നവീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിയ ഒരു പ്രദേശമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പക്ഷേ ഉദയവും അസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കാരണം സൂര്യൻ നമ്മൾ അസ്തമിക്കാനാകുന്ന സമയമാകുന്നേ ഉള്ളൂ. അത് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ മുത്തപ്പൻ ക്ഷേത്രം. ഇതാദ്യം ഇത്ര നവീകരണ രീതിയിലായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു പാറയുടെ മുകളിലായിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, വ്യൂ പോയിൻ്റ് പോലെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. പിന്നെ നവീകരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പുരോഗമനം കാര്യങ്ങളൊക്കെ വന്നാണ്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പ്ലേസാണ്. എന്നെ പറ്റിയൊരു കമ്പനിയൊക്കെ ഉണ്ട് ഇവിടെ. അസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. കാരണം അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ആ സമയങ്ങളിലാണ് ഇവിടെ ഉണ്ടാവാറ്. കാരണം ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും അങ്ങനെയെല്ലാം ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്ത് എത്താറുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ നവീകരണത്തിന് ശേഷം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടി കേട്ടോ. വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണിത്. അപ്പോൾ ഈ ഒരു വൈകിട്ട് ഈവനിങ് സമയത്തൊക്കെ അങ്ങ് കടലാണ്, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. ഒരു മഞ്ഞ് മൂടിയ പോലെയുള്ളത്, നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഈ സമയത്ത്. ഈവനിങ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഈ ഒരു എന്താ പറയുക, പ്രകൃതിയുടെ ഈ ഒരു മനോഹാരിത ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കാണാറുണ്ട്. ഒരു ഈവനിങ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. കാരണം ഒരുപാട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ, ഈവനിങ് കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ വന്നിട്ട് ആസ്വദിക്കുന്നുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. നമ്മൾക്കുള്ള പോരായ്മകളും നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ചെറിയ കുഞ്ഞു ബ്ലോഗാണ്, അധികം വലിയ ചാനലൊന്നുമല്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് കാണുന്നവരെ ബൈ.